ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ ഏകദൈവം ഞങ്ങൾ. मजबूर क्या कीजिए रास ना आया रहना दूर क्या कीजिए तू की जाने प्यार मेरा मैं करूं इंतजार तेरा तू दिल तू या जान मेरी तू थोड़ी देर और ठहर जा सोने तू थोड़ी देर और ठहर जा तू थोड़ी देर और ठहर जा ज़ालिमा तू थोड़ी देर और ठहर जा तन्नू इतना मैं प्यार करा एक पल विच सवार करा तू जावे जे मैनू छड्ड के मौत दा इंतजार करा मस्त मौला मस्त कलंदर तू हवा का एक वंडर बुझ के यूं अंदर ही अंदर क्यों रहेगा मन मस्त मगन बस तेरा नाम दोहराए मन मस्त मगन बस तेरा नाम दोहराए तू चाहे भी तो भूल न पाए मन मस्त मगन तेरा नाम दोहराए मैं तो यूं खड़ा किस सोच में पड़ा था कैसे जी रहा था मैं दीवाना छुप कैसे आके तूने दिल में समा के तूने छेड़ दिया कैसा ये फसाना सानू नेरे वाले पुल ते बुला के सानू नेरे वाले पुल ते बुला के मेरे भाई किथे रह गया साडी अखां दी मेरा चुरा के साडी अखां दी मेरा चुरा के मेरे भाई किथे रह गया आके मरहबा बातें मरहबा ऐसा मर्तबा दीवाना हुआ मेरा ना रहा जब से दिल मेरा तेरे हुस्न का निशाना हुआ चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ बेलिया ओ पिया चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ बेलिया ओ पिया സ്തുതി കൊടുക്കാം കേട്ടോ.
പൊന്നോമലല്ലേ നീ, പൊന്നോമലല്ലേ നീ, താതന്റെ പൈതലല്ലേ. ആനന്ദമേകാൻ ആശ്വാസമേകാൻ ആ സ്നേഹം കൂടെയില്ലേ. ആരോമലല്ലേ നീ, പൊന്നോമലല്ലേ നീ, താതന്റെ പൈതലല്ലേ. ആനന്ദമേകാൻ ആശ്വാസമേകാൻ ആ സ്നേഹം കൂടെയില്ലേ. സഹനങ്ങളിൽ നീ തളർന്നിടുമ്പോൾ, ദുരിതങ്ങളാലേ വലഞ്ഞിടുമ്പോൾ, സഹനങ്ങളിൽ നീ തളർന്നിടുമ്പോൾ, ദുരിതങ്ങളാലേ വലഞ്ഞിടുമ്പോൾ, നിനക്കു വേണ്ടി ക്രൂശു ചുമന്നവൻ ആലംബമേകാനരികിലെത്തും. നിനക്കു വേണ്ടി ക്രൂശു ചുമന്നവൻ ആലംബമേകാനരികിലെത്തും, ആലംബമേകാനരികിലെത്തും. ഇന്ന് നമ്മുടെ മോള് എലീഷ കാത്തറിൻ സിറിൽ യേശുനാഥന്റെ ശരീരവും രക്തവും സ്വീകരിച്ച് യേശുനാഥനെ ഒന്നായി തീരാൻ പോവുകയാണ്. അതിനാൽ നമുക്ക് നമ്മുടെ മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ജീവിതകാലം മുഴുവൻ യേശുനാഥൻ അവളെ ഒന്നായി തീരട്ടെ. പൊന്നുരിൽ ചിതരാ തീ
ഭൂമിയിലെന്നും മറ്റൊരു Oh
രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സ്ഥലത്തിന്റെയും നാഥാനേക്കും സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവ്വസൗഭാഗ്യങ്ങളും മുടികൊണ്ടിരുന്ന സഭയുടെ നിരന്തരം സ്തുതിക്കുകയും ഓർമ്മപ്പെടുകയും ചെയ്യട്ടെ. എന്നുള്ളതാണ് സർവ്വത്തെ സൃഷ്ടാവുമാകുന്നു പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ശരീരങ്ങളെ നിർമ്മിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിലേക്ക് പരിപാലിക്കുന്നവനുമാകുന്നു. നിങ്ങളെപ്പോഴും ഞങ്ങളുടെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ സർവേശ്വരനെ
കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഭദ്രത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലനവും സകല നന്മകളുടെയും സൗഭാഗ്യത്തിന്റെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തെ ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പൗലോസ്ലിഹ കോറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭാരം ഏൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഊറ്റിക്കിടക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നത് വരെ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിന് രക്തത്തിനുമെതിരെ കുറ്റക്കാരനാകും. അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നതെന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ പലരും രോഗികളും ദുർബലരാകുകയും മറ്റനേകം മരിച്ചു പോവുകയും ചെയ്തു. നമ്മുടെ നമുക്ക് സദാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നവകർത്താവായ പരിശുദ്ധ സുവിശേഷം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഇരപ്പിന്റെ ഇടത്തിനിടയിൽ തർക്കമുണ്ടായി, ഭക്ഷിക്കാൻ നമുക്ക് തന്റെ ശരീരം നൽകാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. ജീവിക്കുന്ന
ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. പുതുതായ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിക്കുകയും നമ്മളെ പോലെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തത് പിതാവായ ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരമാണ്. എന്താണ് പദ്ധതി? യേശുനാഥൻ മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിൽ വസിക്കുകയും മരിക്കുകയും ചെയ്തത് ദൈവത്തിന്റെ പ്ലാൻ, ഡിസൈൻ, പദ്ധതി പ്രകാരമാണ്. എന്താണ് ആ പ്ലാനും ആ ഡിസൈനും? സൃഷ്ടിയെ വീണ്ടും നവീകരിക്കുക എന്നുള്ള ആ പദ്ധതിയാണ്. മനുഷ്യജാതി മുഴുവൻ വീണ്ടും ഒരു ജന്മമെടുത്ത് ദൈവത്തിന്റെ പുതിയ സൃഷ്ടികളായി മാറിത്തീരുക. മനുഷ്യവർഗം മുഴുവൻ ദൈവത്തിന്റെ സന്താനങ്ങളായി മാറി എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ള ദൈവത്തിന്റെ ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പുത്രനായ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുകയും നമ്മളെ പോലെ ജീവിക്കുകയും സഹിക്കുകയും മരിക്കുകയും ചെയ്തത്. യേശുവിന്റെ ആഗമനത്തോടുകൂടി അതുകൊണ്ടാണ് യേശു നമുക്ക് സ്വന്തം ശരീരവും രക്തവും സ്വന്തം ജീവനും ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ആത്മാവിനെ സ്വീകരിച്ച് നാം ക്രിസ്തുവിനെ പോലെ ആത്മീയ അഭിഷിക്തത്താൽ നിറഞ്ഞ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. യേശുവിനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നാം ചെയ്യണം. നമ്മുടെ സ്വഭാവം, രീതിയും ചിന്താഗതിയും എല്ലാം യേശുവിനെ പോലെ ആയിത്തീരണം. അങ്ങനെ നാം അതേ ആത്മാവിന്റെ ശക്തിയോടെ വീണ്ടും ജനിച്ച് യേശുവിനെ പോലെ ദൈവത്തിന്റെ സന്താനങ്ങളായി തീരുകയും ഒരു പുതിയ സൃഷ്ടിയായി മാറുകയും ചെയ്യും. അപ്പോൾ നാം യേശുനാഥന്റെ ശരീരവും രക്തവും സ്വീകരിച്ച് യേശുവിൽ ഒന്നായി തീരുകയാണ്. യേശു നമ്മളിൽ വസിക്കുക മാത്രമല്ല, നാം യേശുവിൽ ഒന്നായി തീരുകയും യേശുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുകയാണ്. യേശുവിനെ പോലെ മറ്റു രാജ്യം മുഴുവനും വീണ്ടും സൃഷ്ടിച്ച് ഒന്നാക്കി മാറ്റുക, യേശുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് യേശുനാഥൻ നമുക്ക് വേണ്ടി മരിക്കുകയും സ്വന്തം ശരീരവും രക്തവും ജീവനും ആത്മാവും നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ സന്താനങ്ങളായി മാറണം, പുതിയ സൃഷ്ടിയായി മാറണം, യേശുവിനെ പോലെ സ്വർഗത്തിന് അവകാശപ്പെട്ടവരായി തീരണം. നാം യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ യേശുവിനെ അതുകൊണ്ട് യേശുവിനെ പോലെ ചിന്തിക്കണം. മരണത്തിന് ശേഷവും നാം ജീവിക്കണം. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി, അതാണ് ദൈവത്തിന്റെ ഡിസൈൻ നമുക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മുദ്രിച്ച ശാസ്ത്രമാണ് യേശുവിൽ ഒന്നായി തീരുക. ഇതാണ് പിതാവായ ദൈവത്തിന്റെ പദ്ധതി നാം ഓരോരുത്തർക്കും വേണ്ടി. ആമേൻ. തിരുസഭയുടെ മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മഹത്വത്തെ ഞങ്ങളെ കൊണ്ടുവരാമെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിൽ സഭയെ സ്നേഹിക്കുകയും നിർമ്മലബോധമായിരിക്കുന്ന ഓർമ്മ വേണ്ടി തന്നെ വിളിയറിയുകയും ചെയ്ത കർത്താവേ
പിതാവിന്റെ ഉദാദേശീയമായ മാർഗസമുദ്രാനി മലയാളമാരെ ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ മാതൃകകളെ തുറന്നിറങ്ങണമേ. കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തി സമാധാനം വളരെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ ദിവ്യശരീരത്തിനാൽ പരിപോഷിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ കാരണമായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നായിരിക്കാൻ സഹായിക്കണമേ. ദിവ്യ സൗഭാഗ്യം നോക്കി പാർത്തിരിക്കുന്ന എല്ലാവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥാൻ നയിക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ ദൈവത്തിനായി തലവെക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നേ. സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും ദയാവുന്ന യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നിക്കുന്നത് ഞങ്ങളെ അതുമായി മിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവകാരണമേ ധ്വനിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ദൈവത്തെയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീ
ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കുർബാനയുടെ കരുണ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ വീക്ഷണത്തിന്റെ ശരീരത്തിലുള്ളാകുന്ന ദിവ്യരഹസ്യം പാപികളുമായിട്ടും ഞങ്ങളെ യോഗ്യരാക്കി അത് നൽകിയ തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസം ഞങ്ങളെ ശക്തരാക്കണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമുക്കെല്ലാവരും കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏകോത്തരൻ പരിശുദ്ധനാകും, ഏകറുക പരിശുദ്ധനാകും, പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനും നീക്ക് സ്തുതി. ആമേൻ. കാലം സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും നീക്കും ആമേൻ. സഹോദരൻ സർജന
എന്നേക്കും ആമേൻ. പാവമോചനം ഏകത്തെ ഞങ്ങളുടെ കർത്താവിന്റെ സ്നേഹവും പരിപാലനവും നൽകി അനുഗ്രഹിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയോത്സവമായ സമയത്ത് തങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾ വാഴ്ത്തുന്നു. എല്ലാ മക്കളും ഒന്നിച്ച് തന്നെ ആരാധിക്കാനും ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരാനും ഭാഗ്യം ലഭിച്ച് ഞങ്ങൾ സ്വർഗവാസത്തോടുകൂടെ അങ്ങയുടെ പരിശുദ്ധനെന്ന് പാരിസ്ഥിതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സമയത്തിനും കരുണവാനായ കർത്താവേ, നിന്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ചതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രമിക്കാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ്യായമാകുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി സംരക്ഷിക്കാൻ ഞങ്ങളെ ശക്തമാക്കണമേ. സഭയുടെ ചെറിയ പതിപ്പായ കുടുംബങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമേ. സകലത്തിന്റെയും നാഥനായിരിക്കും. ആമേൻ. രക്തം പാനം ചെയ്യും മാനവനിവസിക്കും അവനിൽ ഞാൻ
അടുത്തേക്ക് അടുത്തേക്ക്. എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു ആരാധന. തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴിനെ ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ നമ്മുടെ സ്വന്തം കത്തിക്കുട്ടി അവളുടെ വിശ്വാസയാത്രയിലെ മനോഹരമായ ഒരു ചുവടുവെപ്പിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ താഴത്തെ ഈ ഒരു ആഘോഷവേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഈ തെരുവിനോരങ്ങളിൽ നീ എഴുതിടും കോലമോ Family members divide the candle. നീ എഴുതിടും കോലമോ പറയൂ ഇളവെണ്ണിലവേ. നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അതിനായി കുടുംബാംഗങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ കാതിനോരമാരോ പാടി തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴിനെ ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനും Thank
Thank you all for being part of this joyful celebration. Have a nice day. ഇതുവഴി പോരുവതാരോ തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ വിളീന ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ ആണിപ്പാഴൂതുള്ള കൈകളാൽ എന്നെ മാറോട് ചേർത്തണച്ചു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയിൽ. നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമ
ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽപടിമേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻവേലിയായി വളർന്നേതാ. മഴ പോലെ എന്നെ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നില പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു അഴകേ. ഈ അനുരാഗം മണ്ണിന്റെ മാരകനുണ്ണി പിറന്നേ. വിണ്ണിരോ താരകം മണ്ണിരോ നെഞ്ചിരോ ബാങ്കടിയോ പാരാകെ ഊരാകെ ഉള്ളാകെ രവാണേ വേറാണേ ഒട്ടേ ഗീതാട്ടെ ഇല്ലെങ്കിലങ്ങള് പോട്ടെ. ഒട്ടേ ഗീതാട്ടെ ഇല്ലെങ്കിലങ്ങള് പോട്ടെ. ഗീതാ നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂളും ബാസുരി എന്നും നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല
നാദസ്വനങ്ങൾ കേട്ടു ഞാൻ വേനൽ മാറിയിൽ ഓരോ ചില്ലകൾ നീളെ വീശി പൂവലാ അതിലാകെ മൂടി താഴ്വരാ നീ എൻ വെണ്ണില കാതിൻ തേന്മഴ എന്നിൽ പെയ്യും മഞ്ഞല